ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിക്കാം പല പല ടെൻസുകളായിട്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, അവൻ ഉടൻ മറുപടി നൽകി. അപ്പോൾ നൽകി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പോൾ നമുക്കിതിനെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൻ ഉടൻ ഇമ്മീഡിയറ്റ്ലി മറുപടി നൽകുക. അപ്പോൾ മറുപടി നൽകുക എന്ന് വെച്ചാൽ എന്താ? റിപ്ലൈ. അപ്പോൾ ഇവിടെ മറുപടി നൽകി എന്നാണ്. അപ്പോൾ റിപ്ലൈഡ് എന്നാക്കും നമ്മൾ റിപ്ലൈയെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് നമുക്ക് എഴുതാം. അവൻ ഉടൻ മറുപടി നൽകി. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഹീ റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി. ഇമ്മീഡിയറ്റ്ലി EDIATELY. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അപ്പോൾ ഹീ റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി, അവൻ ഉടൻ മറുപടി നൽകി. ഹി റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ നമ്മളിത് ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾ ഏത് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് എഴുതിയത് നമുക്ക് എഴുതാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഹീയുടെ കൂടെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ വെർബ് എന്ന് പറയുന്നത് റിപ്ലൈ ആണ്. വെർബ് റിപ്ലൈ. അപ്പോൾ ആ റിപ്ലൈയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. എങ്ങനെയാക്കിയത്? നമ്മൾ ED ആഡ് ചെയ്ത്. അപ്പോൾ നമ്മളിവിടെ ED ആഡ് ചെയ്തപ്പം റിപ്ലൈ പാസ്റ്റ് ഫോമിലോട്ടായി. അപ്പം ഇവിടെ ഈ സ്ട്രക്ചർ ഉണ്ടല്ലോ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറായത്. ഹീ കഴിഞ്ഞിട്ട് നമ്മൾ റിപ്ലൈയുടെ കൂടെ ED യൂസ് ചെയ്തിട്ട് റിപ്ലൈയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഹീ റിപ്ലൈഡ് എന്നായി. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? അവൻ ഉടൻ മറുപടി നൽകി. ഹീ റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഓർക്കാൻ എഴുതാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ റിപ്ലൈയെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാൻ എഴുതുക. റിപ്ലൈയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് റിപ്ലൈഡ് എന്നാക്കി. റിപ്ലൈയെ കൺവേർട്ട് ചെയ്ത് റിപ്ലൈഡ് ആക്കി പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം ഹീ റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി. അപ്പം ഇത് REPLYയെ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ REPLIED ആയി. അപ്പോൾ പാസ്റ്റ് ഫോം ആക്കി അങ്ങനെ എഴുതി. അപ്പം അവൻ ഉടൻ മറുപടി നൽകി. ഹീ റിപ്ലൈഡ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, അവർ കർശനമായി നിയമങ്ങൾ പാലിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അവർ ദേ. കർശനമായി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സ്ട്രിക്ട്ലി. കർശനമായി സ്ട്രിക്ട്ലി. നിയമങ്ങൾ എന്ന് വെച്ചാൽ എന്താ? റൂൾസ്. പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒബേയ്. OBEY ഒബേയ്. അപ്പം അവർ കർശനമായി നിയമങ്ങൾ പാലിക്കുന്നു എന്നെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദേ സ്ട്രിക്ട്ലി എന്ന് വെച്ചാൽ എന്താ? കർശനമായി. ദേ സ്ട്രിക്ട്ലി ഒബേ എന്ന് പറഞ്ഞാൽ പാലിക്കുക. ദേ സ്ട്രിക്ട്ലി ഒബേ റൂൾസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ. അപ്പം അവർ കർശനമായി നിയമങ്ങൾ പാലിക്കുന്നു. ദേ സ്ട്രിക്ട്ലി ഒബേ റൂൾസ്. അവർ കർശനമായി നിയമങ്ങൾ പാലിക്കുന്നു. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞാൻ തീർച്ചയായും അവനെ വിളിക്കും. ഈ വിളിക്കും എന്നുള്ളത് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഞാൻ തീർച്ചയായും അവനെ വിളിക്കും. അപ്പം ഞാൻ തീർച്ചയായും എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് എങ്ങനെ പറയാം? ഡെഫിനിറ്റ്ലി. അപ്പം അവനെ എന്ന് പറയുമ്പം ഹിം. നമുക്ക് അവൻ എന്നാണെങ്കിൽ ഹി. ഇത് അവനെ എന്നാണ് നമുക്ക് ഹിം എന്ന് പറയാം. വിളിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? കോൾ. ഇപ്പോൾ ഇവിടെ വിളിക്കും എന്നാണ് കാര്യം. ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ വിളിക്കും. അപ്പോൾ ഇതൊരു ഞാൻ പറഞ്ഞു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഞാൻ തീർച്ചയായും അവനെ വിളിക്കും. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ. ഇവിടെ നമുക്ക് വിൽ യൂസ് ചെയ്യണം. നമ്മൾ സബ്ജക്റ്റ്, ഇവിടെ ആണ് സബ്ജക്റ്റ്. അപ്പം സബ്ജക്റ്റ് ഞാൻ ചെറുതായിട്ട് എഴുതി അണ്ടർലൈൻ വെച്ചിട്ട്. അപ്പോൾ ഐയുടെ കൂടെ നമ്മൾ എന്താ ഇവിടെ യൂസ് ചെയ്തത്? വിൽ എന്താ യൂസ് ചെയ്യാൻ കാരണം? ഇതൊരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ എപ്പോഴും നമ്മൾ ഓർക്കുക വിൽ യൂസ് ചെയ്യണം ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസിൽ. ഐ വിൽ
ഡെഫിനിറ്റ്ലി. ഡെഫിനിറ്റ്ലി സ്പെല്ലിംഗ് എന്താ? DEFINITELY. ഡെഫിനിറ്റ്ലി. ഐ വിൽ ഡെഫിനിറ്റ്ലി കോൾ ഹിം. അപ്പം ഞാൻ ഇവിടെയാണ് ഹിം എഴുതിയ കാര്യം. ഇവിടെ ഞാൻ ഈ സബ്ജക്റ്റ് എഴുതിയോണ്ട് നിങ്ങൾക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ടാണ് ഞാൻ ഹിം എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? ഐ വിൽ ഡെഫിനറ്റ്ലി കോൾ ഹിം. ഞാൻ തീർച്ചയായും അവനെ വിളിക്കും. അപ്പം നമ്മൾ ഒരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ വിൽ ആഡ് ചെയ്തു. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഒരു സിമ്പിൾ ഒരു ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ നമ്മൾ വിൽ യൂസ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? അപ്പം ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ എഴുതാം. ഇവിടെ ബ്രാക്കറ്റിൽ എഴുതാം, സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. അപ്പം നമുക്ക് എങ്ങനെ മനസ്സിലായി കാണും? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? നീക്കി വെക്കാം, കാണുന്നില്ല എന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഇപ്പോൾ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? സബ്ജക്റ്റ് ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെന്താ? സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. ഇപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? കോളാണ് ഇവിടുത്തെ വെർബ്. ഞാനിവിടെ വെർബ് എന്ന് എഴുതി, കോളാണ് വെർബ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഈ വെർബിൻ്റെ ഫ്യൂച്ചർ ഫോം എന്തായിരിക്കും? വിൽ കോൾ. അപ്പം കോളിനെ നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കുമ്പോൾ വിൽ കോളായി. അപ്പം ഫ്യൂച്ചർ ഫോമായത് വിൽ യൂസ് ചെയ്തപ്പോൾ ഫ്യൂച്ചർ ഫോമായി. അപ്പം ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചാണ് നമ്മളിത് എഴുതിയേക്കുന്നത്. ഇപ്പോൾ ഈ കോളിൻ്റെ പാസ്റ്റ് ഫോം ആണെങ്കിൽ എന്തായിരിക്കും? അതിവിടെ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. കോളാണെങ്കിൽ നമ്മൾ ED ചേർത്തിട്ട് അതിനെ കോൾഡ് ആക്കും പാസ്റ്റ് ഫോമിലോട്ട്. അതേപോലെ തന്നെയാണ് ഇത് ഫ്യൂച്ചർ ഫോമിലോട്ടാക്കുന്നത്. വില്ല് നമ്മൾ യൂസ് ചെയ്യുമ്പം അത് ഫ്യൂച്ചർ ഫോമിലോട്ടായി. അപ്പം സബ്ജക്റ്റ് ഐ ആണ് സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. നമ്മൾ കോളിൻ്റെ കൂടെ വിൽ ആഡ് ചെയ്തപ്പം കോളിനെ നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? ഞാൻ തീർച്ചയായും അവനെ വിളിക്കും. ഐ വിൽ ഡെഫിനറ്റ്ലി കോൾ ഹിം. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ കണ്ടല്ലോ, പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം അവരത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഞങ്ങൾ പറഞ്ഞാൽ എന്താ? വി. പ്രശ്നങ്ങൾ, പ്രോബ്ലംസ്. അപ്പോൾ പ്രശ്നം എന്നായിരുന്നെങ്കിൽ നമുക്ക് പ്രോബ്ലം എന്ന് എഴുതാമായിരുന്നു. അപ്പം പരിഹരിച്ചുകൊണ്ടിരിക്കുക, പരിഹരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സോൾവ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്നതിൻ്റെ സ്ട്രക്ചർ ഞാനിവിടെ എഴുതാം. അപ്പോൾ അതനുസരിച്ച് നമുക്ക് എഴുതാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING. അപ്പം ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത് ഇംഗ്ലീഷിൽ. അപ്പം ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഞങ്ങൾ വി. അപ്പം നമ്മൾ സബ്ജക്റ്റ് വി എന്ന് എഴുതി. ഇപ്പോൾ സബ്ജക്റ്റാണ് ഇവിടെ പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് എഴുതി വി, ഞങ്ങൾ വി. അപ്പം പിന്നെ നമ്മൾ എന്താ എഴുതേണ്ടത്? വി ആണ് സബ്ജക്റ്റ് എങ്കിൽ നമ്മൾ ഈസ് വേണോ ആം വേണോ ആർ വേണോ എഴുതേണ്ടത് നമുക്ക് നോക്കാം. അപ്പം വിയുടെ കൂടെ വി എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. നമുക്ക് ഒരിക്കലും ഈസ് ആഡ് ചെയ്യാൻ പറ്റില്ല, വീടോട് ഈസ് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ കട്ട് ചെയ്തു. ആം എഴുതാനും പറ്റില്ല, നമുക്കറിയാം ഒരിക്കലും പറ്റില്ല എന്ന്. ആം എങ്ങനെ എഴുതാനും നമ്മൾ വീട് കൂടെ അത് പറ്റില്ല. അപ്പം നമ്മൾ എന്താ യൂസ് ചെയ്തത്? VR. അപ്പം നമ്മളിവിടെ VR എഴുതി. VR. അപ്പോൾ ഓർക്കുക, വി ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പോൾ ഈസ് ആം ഒരിക്കലും വരില്ല, ആറേ വരത്തുള്ളൂ. അപ്പോൾ VR. പിന്നെ എന്താ നമ്മൾ എഴുതേണ്ടത്? പിന്നെ ഇത് പറയുന്നുണ്ട് വെർബ് പ്ലസ് ING. അപ്പം നമ്മളടുത്ത് എന്താ? VR, പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ VR ഇവിടുത്തെ സോൾവ് ആണ് ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് സോൾവ്. വി ആണ് സബ്ജക്റ്റിനെ എഴുതിയേക്കാം. വി സബ്ജക്റ്റ്, സോൾവ് ആണ് വെർബ്. അപ്പോൾ ഈ സോൾവിൻ്റെ കൂടെ നമ്മൾ വെർബ് പ്ലസ് ING എന്ന് എഴുതിയിട്ടില്ല ഇവിടെ. അപ്പോൾ നമ്മൾ സോൾവിൻ്റെ കൂടെ ING യൂസ് ചെയ്യണം. അപ്പം ING യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ സോൾവിൻ്റെ വേണ്ട. അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്തിട്ട് സോൾവിങ് എന്നാക്കും. ING യൂസ് ചെയ്ത് സോൾവിങ്. അപ്പം വി ആർ സോൾവിങ് എന്താ? പ്രശ്നങ്ങൾ. അപ്പം പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ. വി ആർ സോൾവിങ് പ്രോബ്ലംസ്.
ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ സോൾവിങ് പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ എഴുതിയത്. നമുക്ക് മനസ്സിലായല്ലോ, വി ആണ് സബ്ജക്റ്റ് പ്ലസ് നമ്മൾ ആർ ഇവിടെ എഴുതി, സബ്ജക്റ്റ് പ്ലസ് ആർ. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കണം സബ്ജക്റ്റ് ഏതാണെന്ന്. സബ്ജക്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണോ എഴുതേണ്ടതെന്ന്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് വി ആണ്. അപ്പോൾ വിയുടെ കൂടെ നമ്മൾ ആറ് എഴുതി, പിന്നെ വെർബ് എന്ന് പറഞ്ഞാൽ സോൾവ് പ്ലസ് ING യൂസ് ചെയ്തു. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. വി ആർ സോൾവിങ് പ്രോബ്ലംസ്. അപ്പം നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കുക. നെക്സ്റ്റ് പോയിൻ്റ്, ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി തീർത്തു. അപ്പോൾ തീർത്തു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഞാൻ എന്ന് വെച്ചാൽ എന്താ? ഐ. പെട്ടെന്ന് അല്ലെങ്കിൽ വേഗം, നമുക്ക് ഇംഗ്ലീഷിൽ ക്വിക്ക്ലി എന്ന് പറയാം. എൻ്റെ ജോലി, മൈ വർക്ക്. തീർത്തു അല്ലെങ്കിൽ തീർക്കുക, നമുക്ക് എങ്ങനെ തീർക്കുകയുടെ ഇംഗ്ലീഷ് പറയാം? ഫിനിഷ്. പക്ഷേ ഇവിടെ തീർത്തു എന്നാണ്. അപ്പോൾ നമ്മൾ ഫിനിഷിൻ്റെ കൂടെ ED ആഡ് ചെയ്യുമ്പോൾ ഫിനിഷ്ഡ് ആവും. അപ്പം പാസ്റ്റ് ഫോമിലോട്ട് ഫിനിഷിനെ നമുക്ക് മാറ്റണം. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി തീർത്തു. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഐ ക്വിക്ക്ലി. ഐ എന്ന് വെച്ചാൽ എന്താ? ഞാൻ. ഐ ക്വിക്ക്ലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ വേഗം. ഐ ക്വിക്ക്ലി. അപ്പം ഇവിടെ ഫിനിഷ്, തീർക്കുക എന്ന് പറഞ്ഞാൽ ഫിനിഷാണ്. അപ്പം നമ്മൾ ഈ ഫിനിഷിനെ നമ്മൾ തീർത്തു എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മൾ ഫിനിഷിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കണം. ഫിനിഷ്ഡ്, നമ്മൾ ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം ഫിനിഷ്ഡ്, ഐ ക്വിക്ക്ലി ഫിനിഷ്ഡ്. എൻ്റെ ജോലി, മൈ വർക്ക്. ഐ ക്വിക്ക്ലി ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി തീർത്തു. ഐ ക്വിക്ക്ലി ഫിനിഷ്ഡ് മൈ വർക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ അതിനൊരു സ്ട്രക്ചറും കൂടെ ഞാനിവിടെ എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇങ്ങനെ എഴുതാം, പാസ്റ്റ് ഫോം വെർബ് എന്ന് ഇവിടെ എഴുതാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഐ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് എന്താ? വെർബ് എന്ന് പറയുന്നതാണ് ഫിനിഷാണ് വെർബ്. അപ്പം ആ ഫിനിഷിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി, ED യൂസ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഫിനിഷ്ഡ് എന്നായി. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയേക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഐ സബ്ജക്റ്റ് എന്ന് എഴുതിയേക്കാം. അപ്പം ഐ ക്വിക്ക്ലി ഫിനിഷ്ഡ് മൈ വർക്ക്. ഞാൻ പെട്ടെന്ന് എൻ്റെ ജോലി തീർത്തു. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൾ തീർച്ചയായും വരും. അപ്പോൾ വരും എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതിനെ നമുക്ക് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾ, ഷീ. തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഷുവർലി. വരും എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വരിക എന്ന് പറയുന്നത് കം എന്നാണ്. ഇവിടെ കമ്മിനെ നമ്മൾ വരും, നമ്മൾ ഫ്യൂച്ചർ ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതണം. അപ്പം അവൾ തീർച്ചയായും വരും. അപ്പം എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഷീ വിൽ ഷുവർലിയുടെ സ്പെല്ലിംഗ് നോക്കിയിട്ട് മനസ്സിലാക്കി വെച്ചു. SURELY, ഷുവർലി. ഷീ വിൽ ഷുവർലി കം. അവൾ തീർച്ചയായും വരും. ഷീ വിൽ ഷുവർലി കം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ കം ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്തത്? വിൽ യൂസ് ചെയ്തു. കാര്യം എന്താ? ഇതൊരു സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ വിൽ യൂസ് ചെയ്തു ഇതിനെ ഫ്യൂച്ചർ ഫോമിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഏത് സ്ട്രക്ചർ യൂസ് ചെയ്ത് ഇത് എഴുതിയെന്ന് പറയാം. സബ്ജക്റ്റ് പ്ലസ് ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ്. ഇവിടെ വെർബ് എന്ന് എഴുതാം. ഫ്യൂച്ചർ ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഷീ ആണ്. വെർബ് എന്ന് പറയുമ്പം കം ആണ്. അപ്പം നമ്മൾ ആ കമ്മിനെ ഫ്യൂച്ചർ ഫോമിലോട്ടാക്കി. അപ്പം വിൽ കമ്മിനെ ഫ്യൂച്ചർ ഫോം ആക്കുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതാൻ പറ്റുക? വിൽ കം. അപ്പോൾ ഷീ വിൽ ഷുവർലി കം. അവൾ തീർച്ചയായും വരും. ഷീ വിൽ ഷുവർലി കം. അവൾ തീർച്ചയായും വരും. ഷീ വിൽ ഷുവർലി കം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൾ ഇവിടെ വന്നു. അപ്പോൾ ഈ വന്നു എന്ന് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പം ഇതിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് പറയാം. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം.
അവൾ ഷീ. ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ? ഹിയർ. വന്നു. അപ്പോൾ വരിക എന്ന് പറയുന്നതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം കം. അപ്പം ഇവിടെ വന്നു എന്നാണ്. അപ്പോൾ നമ്മൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോം ആക്കി നമ്മൾ എഴുതണം ഇവിടെ. അപ്പോൾ അവൾ ഇവിടെ വന്നു നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൾ ഷീ. അപ്പം വരിക എന്ന് പറഞ്ഞാൽ കം. അപ്പം കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതാൻ പോവാണ്. ഷീ കെയിം. നമ്മൾ കമ്മിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി ഷീ കെയിം ആക്കി. കെയിം ഇവിടെ ഹിയർ. ഷീ കെയിം ഹിയർ. അവൾ ഇവിടെ വന്നു. ഷീ കെയിം ഹിയർ. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം നമ്മൾ എങ്ങനെ എഴുതി ഒരു സ്ട്രക്ചർ എഴുതാം. സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയത്. ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻസിൻ്റെ സ്ട്രക്ചറാണ്. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഷീ ആണ് സബ്ജക്റ്റ്. അപ്പം പിന്നെന്താ? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടുത്തെ കമ്മിനെ നമ്മൾ കെയിമാക്കി. കമ്മായിരുന്നു ഇവിടുത്തെ വെർബ്. ആ കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. കമ്മിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതി കെയിം. അപ്പോൾ നമ്മൾ കമ്മിനെ കൺവേർട്ട് ചെയ്ത് കെയിം എഴുതി. അപ്പോൾ അവൾ ഇവിടെ വന്നു എന്നായി. ഷീ കെയിം ഹിയർ. അവൾ ഇവിടെ വന്നു. ഷീ കെയിം ഹിയർ. അപ്പോൾ ഇവിടെ ഞാൻ ചെറുതായിട്ട് എഴുതാം. നമ്മൾ എന്താ ഇവിടെ ചേഞ്ച് വരുത്തിയത്? കമ്മിനെ കൺവേർട്ട് ചെയ്ത് കെയിമാക്കി. കെയിം. അപ്പം ഓർത്ത് വെച്ചേക്കോ, സബ്ജക്റ്റ് ഷീ, വെർബാണ്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് കെയിം. അപ്പം അവൾ ഇവിടെ വന്നു. ഷീ കെയിം ഹിയർ. കമ്മിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കെയിം ആക്കി. വേറൊരു ചേഞ്ചസ് ഇവിടെ വരുത്തിയിട്ടില്ല. അപ്പം ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പോയിന്റ്. നമുക്ക് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഞങ്ങൾ അവനെ സഹായിച്ചു. അപ്പോൾ സഹായിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി പിന്നീടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഞങ്ങൾ, വി. അപ്പോൾ അവനെ എന്ന് പറയുമ്പം ഹിം. അവൻ പറഞ്ഞാൽ എന്താ? ഹി. ഇത് അവനെ, ഹിം. അപ്പം സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഹെൽപ്പ്. ഇവിടെ സഹായിച്ചു ആണ്. അപ്പം ഹെൽപ്പിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതാം. ഞങ്ങൾ അവനെ സഹായിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? വി. അപ്പോൾ സഹായിക്കുക ഹെൽപ്പ്. ഹെൽപ്പിൻ്റെ പാസ്റ്റ് ഫോം. ഹെൽപ്പിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കുക. വി ഹെൽപ്പിൻ്റെ കൂടെ നമ്മൾ ഇ ആഡ് ചെയ്യും. വി ഹെൽപ്ഡ് ഹിം. ഞങ്ങൾ അവനെ സഹായിച്ചു. വി ഹെൽപ്ഡ് ഹിം. ഞങ്ങൾ അവനെ സഹായിച്ചു. അപ്പോൾ ഇവിടെ വി ആണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ എഴുതിയ സ്ട്രക്ചർ നേരത്തെ സെയിം സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ വെർബ് എന്ന് പറയുന്നത് ഹെൽപ്പാണ് ഇവിടുത്തെ വെർബ്. അപ്പം ആ വെർബിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഇ യൂസ് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഹെൽപ്ഡെന്നായി. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. വെർബിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം വി ഹെൽപ്ഡ് ഹിം. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ എഴുതിയേക്കാം. നമ്മളിവിടെ ചേഞ്ച് വരുത്തി. എന്താണെന്ന് ഇവിടെ വേറൊരു ചേഞ്ച് വരുത്തിയിട്ടില്ല. ഹെൽപ്പിനെ മാത്രം നമ്മൾ കൺവേർട്ട് ചെയ്ത് ഹെൽപ്ഡാക്കി. ഹെൽപ്പിനെ കൺവേർട്ട് ചെയ്ത് HELPED ഹെൽപ്ഡ് യൂസ് ചെയ്തു. അതിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം ഞങ്ങൾ അവനെ സഹായിച്ചു. വി ഹെൽപ്ഡ് ഹിം. നെക്സ്റ്റ് പോയിന്റ്, അവൾക്ക് വലിയ ഒരു കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കേട്ടപ്പോഴേ മനസ്സിലായി ഇത് ഇപ്പോഴത്തെ ഒരു ഉള്ള കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ അവൾക്കുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൾക്ക്, അവൾ എന്ന് വെച്ചാൽ ഷീ, വലിയ ബിഗ്, ഒരു കാർ, എ കാർ. ഉണ്ട് എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിലാക്കിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അവൾക്ക് വലിയൊരു കാറുണ്ട്. അപ്പം ഷീ ഹാസ്, നമ്മളിവിടെ ഹാസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഷീ ഹാസ് എ ബിഗ് കാർ. അവൾക്ക് വലിയ ഒരു കാറുണ്ട്. ഷീ ഹാസ് എ ബിഗ് കാർ. അപ്പം ചിലവരെങ്കിലും നമ്മൾ വിചാരിച്ചാണ് ഇവിടെ എന്ത് ഹാസ് യൂസ് ചെയ്തത്, ഹാവ് യൂസ് ചെയ്തുകൂടെയെന്ന്. കാര്യം നമ്മൾ ചിലപ്പോൾ ബൈ മിസ്റ്റേക്കിൽ പോലും നമ്മൾ ഹാവ് എന്ന് പറയാറുണ്ട്. ഷീ ഹാവ് എ ബിഗ് കാർ. പക്ഷെ ഒരിക്കലും നമ്മൾ ഹാവ് ഇവിടെ യൂസ് ചെയ്യില്ല. ഹാസ് എ യൂസ് ചെയ്യാവും. കാര്യം എന്താ? ഇനി ഇവിടെ എഴുതാം. ക്ലിയർലി നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. അപ്പം ഹാസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സിംഗുലാർ സബ്ജക്ട്സിൻ്റെ കൂടെ യൂസ് ചെയ്യാവും. സിംഗുലാർ സബ്ജക്ട്സ്. അപ്പോൾ എങ്ങനെ എഴുതുമ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. ഹാസ് എന്നത് സിംഗുലാർ സബ്ജക്റ്റിന് കൂടെ,
സോം മാറ്റാം. ഈ സിംഗുലാർ സബ്ജക്ട്സ് എന്തൊക്കെയായിരിക്കും? ജസ്റ്റ് ഞാൻ പറയാം. ഷീ, ഹീ, ഇറ്റ്. അപ്പം ഇതൊക്കെ സിംഗുലാർ സബ്ജക്ട്സ് ആണ്. അപ്പം ഹീ, ഷീ, ഇറ്റ് ഇങ്ങനെയുള്ളിടത്ത് നമ്മൾ ഹാസ് യൂസ് ചെയ്യാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഹാസ് യൂസ് ചെയ്തത്. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ വിചാരിക്കും ഹാവ് എന്താ യൂസ് ചെയ്യാൻ ഞാൻ. അപ്പോൾ ഹാവ് എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഞാനിവിടെ ഷോർട്ട് ഫോമിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാം ഹാവ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ഹാവ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടാണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സ് എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് കുറച്ച് നോക്കാം ഏതൊക്കെയാണെന്ന്. കുറച്ച് വേർഡ്സ് പ്ലൂറൽ സബ്ജക്ട്സ് ഏതൊക്കെയായിരിക്കും? വി, ദേ, യു. ഇത് റബ്ബ് ചെയ്യാം. വി, ദേ, യു, ഐ. അപ്പോൾ ഇതൊക്കെ പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പം ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടോ? അപ്പം ഈ വി, ദേ, യു, ഐ ഇതെല്ലാം പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. അപ്പോൾ പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടാണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ദേ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ ഹാവ് യൂസ് ചെയ്യാമായിരുന്നു. വി ആയിരുന്നെങ്കിൽ ഹാവ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം വി, ദേ, യു, ഐ. ഇപ്പോൾ ഇങ്ങനെയുള്ള പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമുക്ക് ഹാവ് യൂസ് ചെയ്യാവും. അല്ലെങ്കിൽ നമ്മളിവിടെ ഹാസ് യൂസ് ചെയ്യാവും. സിംഗുലാർ സബ്ജക്ട്സിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും ഇവിടെ ഷീ ഹാവ് ഉപയോഗിക്കാൻ പറ്റില്ല. ഹാവ് ഉപയോഗിക്കുകയും ചെയ്യരുത്. ഷീയും ഹീയും ഇറ്റൊക്കെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഹാവ് യൂസ് ചെയ്യില്ല. ഹാസ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷീ ഹാസ് എ ബിഗ് കാർ. അവൾക്ക് വലിയ ഒരു കാറുണ്ട്. ഷീ ഹാസ് എ ബിഗ് കാർ. അപ്പം ജസ്റ്റ് ഇത് ഓർത്ത് വെച്ചേക്കുക. ഹാസ് സിംഗുലാർ സബ്ജക്റ്റ്, ഹാവ് പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് അവർക്ക് വലിയൊരു വീടുണ്ട്. അപ്പം നമ്മൾ തൊട്ടൊന്നും പഠിച്ചെന്താ? അവൾക്ക് വലിയൊരു കാറുണ്ട്. അപ്പം ഇതുമാണ് നമ്മൾ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പം തന്നെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് വലിയൊരു വീടുണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഇത് ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? ഇപ്പോൾ ഉള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഇപ്പോൾ അവർക്കുള്ളൊരു കാര്യം. അവർക്ക് വലിയൊരു വീടുണ്ട്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ എന്ന് വെച്ചാൽ ദേ. വലിയ ബിഗ്. ഒരു വീട് എ ഹൗസ്. അപ്പോൾ ഉണ്ട്. അപ്പം ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് നമുക്ക് നോക്കാം. അവർക്ക് വലിയൊരു വീടുണ്ട്. നമുക്ക് എഴുതാം ദേ അവർ. ദേ എന്ന് വെച്ചാൽ അവർ. അപ്പം ഇവിടെ ഉണ്ടെന്നുള്ളത് നമ്മൾ എന്താ യൂസ് ചെയ്യണത്? നമ്മൾ തൊട്ട് മുമ്പ് യൂസ് ചെയ്തത് എന്താ? ഷീ ഹാസ്. അത് സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. ഇവിടെ ദേ എന്ന് പറയുന്ന പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം നമ്മുടെ ഇവിടെ ഹാവ് യൂസ് ചെയ്യുന്നു. ഇത് ഹാവ് എന്താ യൂസ് ചെയ്ത്? ദേ പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇവിടെ ഒരിക്കലും നമുക്ക് ഹാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ദേ ഹാവ് എന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദേ ഹാവ് എ ബിഗ് ഹൗസ്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. അവർക്ക് ഒരു വലിയ വീടുണ്ട്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റാണ് ദേ. ദേ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് ഹാവ് ഇവിടുത്തെ വെർബാണ്. ദേ ഹാവ് എ ബിഗ് ഹൗസ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം നീ എന്ന് വെച്ചാൽ യു. പറയുക എന്ന് വെച്ചാൽ എന്താ? ടെൽ. പോകാമായിരുന്നു. പോകുക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഗോ. അപ്പം നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. യു. ഞാൻ വേറെ ഇങ്ക് എടുക്കാം. യു should have told me before leaving. You should have told me before leaving. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. You should have told me before leaving. പോകുന്നതിന് മുമ്പെന്നാണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. ബിഫോർ ലിവിങ്. അപ്പം ഇതിൽ നമ്മൾ മലയാളത്തിൽ പോകുന്നതിന് മുമ്പെന്ന് അങ്ങനെ എഴുതിയിട്ടില്ല. നിനക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. യു ഷുഡ് ഹാവ് ടോൾഡ് മീ ബിഫോർ ലിവിങ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ് നീ എവിടെ ആയിരുന്നു? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പോൾ ഇത് കേൾക്കുമ്പോഴേ അറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. നീ യു എവിടെ വെയർ. അപ്പം വെയർ WHERE വെയർ യു.
ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. വേർ വേർ യു, നീ എവിടെ ആയിരുന്നു, വേർ വേർ യു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ് ഇന്നത്തെ ക്ലാസ്സിലെ. അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ആയിരുന്നു എന്ന് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. പക്ഷെ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും അവിടെ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അപ്പം ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഹീ വാസ് ഡ്രൈവിങ്. ഹി വാസ് ഡ്രൈവിങ്. അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. അപ്പം നമ്മൾ ഇത് ഏത് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് എഴുതിയത്? ഞാൻ പറഞ്ഞു ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമ്മൾ എഴുതിയത് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. ഹി വാസ് ഡ്രൈവിങ്, ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഹീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ. അപ്പം നമുക്ക് സബ്ജക്റ്റ് നോക്കിയിട്ട് വാസ് എഴുതണോ വെയർ എഴുതണോ എന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ എന്താ എഴുതിയത്? നമുക്കിവിടെ വെയർ എഴുതാൻ പറ്റില്ല. കാര്യം ഹീ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഹീ നമ്മളിവിടെ എഴുതി ഹീ വാസ് ഡ്രൈവിങ്. ഡ്രൈവിംഗ് എന്താ വന്നത്? ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഡ്രൈവാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ വെർബ് പ്ലസ് ING. അപ്പം നമ്മൾ ഡ്രൈവിൻ്റെ കൂടെ ING ആഡ് ചെയ്തു. അപ്പോൾ ഡ്രൈവിംഗായി. ഹി വാസ് ഡ്രൈവിങ്. അപ്പോൾ ഇവിടെ വേറെ എന്താ നമ്മൾ യൂസ് ചെയ്യാൻ? കാര്യം ഹീ ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഹീക്ക് പകരം ഇവിടെ യു അല്ലെങ്കിൽ ദേ, വി ഒക്കെ ആണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ദേ, യു, വി അതൊക്കെ ഒരു പ്ലൂറൽ സബ്ജക്ട്സ് ആണ്. ഇവിടെ ഹീ, ഷീ, ഇറ്റ് അതൊക്കെ സിംഗുലാർ സബ്ജക്ട്സ് ആണ്. അപ്പോൾ സിംഗുലാർ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ വാസ് യൂസ് ചെയ്യുള്ളൂ. പ്ലൂറൽ സബ്ജക്ട്സിൻ്റെ കൂടെ നമ്മൾ വേറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം എന്താ പിന്നീട് എഴുതേണ്ടത്. കാര്യം സബ്ജക്റ്റ് സിംഗുലാർ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വാസാണോ വേറാണോ അതനുസരിച്ച് നമുക്ക് എഴുതാം. പക്ഷേ പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കുക, സബ്ജക്റ്റ് നോക്കിയിട്ട് വേണം ഏതൊരു സെൻറ്റൻസ് ആയാലും നമ്മൾ പിന്നീടുള്ള എന്താണ് യൂസ് ചെയ്യേണ്ടെങ്കിലും മെയിൻലി നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് മനസ്സിലാക്കണം കേട്ടോ. അപ്പം എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? അവൻ ഡ്രൈവ് ചെയ്യുകയായിരുന്നു. ഹി വാസ് ഡ്രൈവിങ്. പിന്നെ നമ്മൾ മിക്കപ്പോഴും നമ്മൾ പെട്ടെന്ന് ഓർത്തിരിക്കുക, നമ്മൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടി വാസ് യൂസ് ചെയ്ത് നമ്മൾ കുറേ സെൻറ്റൻസ് നമ്മൾ പറയാറുണ്ട്. ആയിരുന്നു. പക്ഷെ ആ സബ്ജക്റ്റ് നോക്കണം, സിംഗുലാർ സബ്ജക്റ്റ് ആണോ എന്ന്. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്കിവിടെ വേറെ അല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞു. പ്ലൂറൽ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ ദേ ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാം, യു വേർ യൂസ് ചെയ്യാം, പിന്നെന്താ വി ആയിരുന്നെങ്കിൽ വേറെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഹീ, ഷീ, ഇറ്റ് ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല, വാസേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുമായി ഉടനെ കാണാം. ബൈ ഫ്രണ്ട്സ്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.